നമസ്കാരം, എല്ലാവർക്കും ഡേഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിൻ്റെ മലയാളം വിവർത്തനമാണ്. നമസ്തേ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? പാഠഭാഗം നന്നായി വായിച്ചോ? സംശയങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചോ? പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പിछले क्लास में हमने कौन सा പാഠഭാग പഠാ था? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠഭാഗമാണ് പഠിച്ചത്? बता सकते हैं? പറയാൻ സാധിക്കുമോ? हाँ ठीक है, ज्ञान मार्ग. क्या है? ज्ञान मार्ग. ശരിയാണ്. ഏതാണ് പാഠം? ഗ്യാൻമാർഗ്. ഇതാണ് സാർ ഇവിടെ ചോദിച്ചത്. ഏത് പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പാഠത്തിൻ്റെ പേരാണ് ഗ്യാൻമാർഗ്. ये कहानी है या एकांगी? अच्छा, एकांगी. एकांगीकार कौन है? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കഥയാണോ, അതായത് കഹാനി എന്ന് വെച്ചാൽ കഥയാണോ ഏകാംഗിയാണോ നാടകമാണോ പഠിച്ചത്? ഏകാംഗി. ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് ആരാണ് എഴുതിയത്? ഇതിൻ്റെ രചയിതാവ് ആരാണെന്നാണ് അടുത്ത ചോദ്യം. हाँ ठीक है, अस्कर वजाहत. एकांगीकार है अस्कर वजाहत. ഏകാംഗി എഴുതിയിരിക്കുന്നത് അക്സർ വസാഹത്ത്. ആരാണ് എഴുതിയിരിക്കുന്നത്? അക്സർ വസാഹത്ത്. अस्कर वजाहत के ज्ञानमार्ग एकांगी में कुछ राजकुमार है ना? कितने राजकुमार हैं? അക്സർ വസാഹത്തിൻ്റെ ഏകാംഗിയിൽ നാടകത്തിൽ എത്ര രാജകുമാരന്മാരുണ്ട്? 3 രാജകുമാരന്മാരല്ലേ? दो. केवल दो हैं? हाँ. 2 പേരാണോ? 2 പേര് മാത്രമാണോ ഉള്ളത്? हाँ, कुल 3 राजकुमार हैं. कितने हैं? 3 राजकुमार हैं. എത്ര രാജകുമാരന്മാരുള്ളത്? 3 പേര്. 3 രാജകുമാരന്മാരാണ് ഉള്ളത്. ये 3 राजकुमारों के संबंध में कुछ बता सकते हैं? ഈ രാജകുമാരന്മാരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? जरा एक एक करके बताइए. तीनों राजकुमार अपनी पढ़ाई पूरा करके घर लौट रहे हैं. अच्छा, वे कहाँ पढ़ रहे थे? ഇനി ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. 3 രാജകുമാരന്മാരും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓരോരുത്തരായിട്ട് പറയണം. ठीक है. ഗുരുകുൽ में പണ്ട് ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇതിന് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പേരു തന്നെയുണ്ട്. तो बच्चों, राजकुमारों ने गुरुकुल में पढ़कर ज्ञान तो प्राप्त कर लिया, लेकिन जरा एक बार फिर देखिए. ഗുരുകുലത്തിൽ പഠിച്ചിട്ട് അവർ വിദ്യാഭ്യാസം നേടിയോ, അറിവ് നേടിയോ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. राजकुमार अपने अपने ज्ञान के बारे में क्या क्या बताते हैं? രാജകുമാരന്മാർ അവരുടെ അറിവിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് നമുക്കിനി നോക്കാം. राजकुमार 1, हम तीनों किस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है? ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, ഹം തീനം, നമ്മൾ 3 പേർക്കും ഇസ് ബാത്ത് പർ, ഈ കാര്യത്തിൽ അഭിമാനിക്കാം. എന്ത്? നമ്മൾ അറിവ് നേടി എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് ഒന്നാമത്തെ രാജകുമാരൻ അവിടെ പറയാണ്. राजकुमार 3, मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. ഇനി മൂന്നാമത്തെ രാജകുമാരൻ പറയാണ്, മേരാ ഗ്യാൻ, എൻ്റെ ഗ്യാൻ, തും ദോനോ ഗ്യാൻ സി അധിക, നിങ്ങൾ 2 പേരെക്കാളും കൂടുതൽ അറിവ് എനിക്കുണ്ട്. मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. राजकुमार 1, मैं तुम दोनों से बड़ा हूँ. ഒന്നാമത്തെ രാജകുമാരൻ, ഞാൻ നിങ്ങൾ 2 പേരെക്കാളും വലുതാണ്. मैं तुम दोनों से बड़ा हूँ. राजकुमार 2, मेरा ज्ञान तुम दोनों से ज्यादा है. രണ്ടാമത്തെ രാജകുമാരൻ അപ്പോൾ അവിടെ പറയാണ്,
മേരാ ഗ്യാൻ തും ദോനോ സെ സ്യാദാ ഹെ. എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരേക്കാളും കൂടുതലാണ്. मेरा ज्ञान तुम दोनों से ज्यादा है. राजकुमारों के इन वार्तालापों को देखकर आपको क्या लगता है? ഈ രാജകുമാരന്മാരുടെ സംഭാഷണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? क्या कहा? ठीक है, सबको ज्ञान का अहंकार है. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എല്ലാവർക്കും അറിവ് ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ്. 3 രാജകുമാരന്മാർക്കും അഹങ്കാരമാണ്. 3 രാജകുമാരന്മാർക്കും അഹങ്കാരമാണ്. അവർക്ക് അറിവ് ഉണ്ട് എന്നതിൽ അഹങ്കരിക്കുകയാണ് അവരവിടെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത്? രാജകുമാരന്മാർ അവരവരുടെ അറിവിനെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. देखिए पहला राजकुमार क्या कहता है? राजकुमार 1, यही बात है तो चलो परीक्षा हो. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയണ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ ഇവിടെ പരീക്ഷണം നടക്കട്ടെ എന്ന്. ആ സമയത്ത് അവിടെ ഒരു മൃഗത്തിൻ്റെ എല്ലുകൾ കാണുന്നു. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നോക്കിയേ. राजकुमार 2, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ सिंह की हैं. बता सकता हूँ कि ये हड्डियाँ सिंह की हैं. എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഈ അസ്ഥികൾ സിംഹത്തിൻ്റേതാണെന്ന്. देखिए ഇത് കേട്ട് മൂന്നാമത്തെ രാജകുമാരൻ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതെ, ഈ എല്ലുകളിൽ മാംസവും രക്തവും പുറമേ തൊലിയും കൊണ്ട് പൊതിയാൻ അയാൾക്ക് കഴിയുമെന്ന്. ശരിയല്ലേ? കുട്ടികളെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നോക്കിയാലോ? अब हम आगे की घटनाओं की ओर चलें. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ബാക്കി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ കുട്ടികളെ? जरा आगे के पाठभाग देख लीजिए. ഇനി നമുക്ക് മുന്നോട്ടുള്ള പാഠഭാഗം കാണാം. तीसरा राजकुमार मंत्र पढ़ता है और शेर की हड्डियों पर मांस, उसमें रक्त और उसके ऊपर खाल आ जाती है. മൂന്നാമത്തെ രാജകുമാരൻ അവിടെ മന്ത്രം പഠിക്കുന്നു. അപ്പോൾ സിംഹത്തിൻ്റെ അസ്ഥികളിൽ മാംസവും രക്തവും അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് തൊലിയും വരുന്നു. तीसरा राजकुमार मंत्र पढ़ता है और शेर की हड्डियों पर मांस, उसमें रक्त और उसके ऊपर खाल आ जाती है. देख लिया? तीसरा राजकुमार क्या कहता है? वो मंत्र पढ़ता है. क्या करता है? കണ്ടില്ലേ? മൂന്നാമത്തെ രാജകുമാരൻ അവിടെ എന്താ ചെയ്തത്? മന്ത്രം പഠിക്കുന്നു. അവിടെ മന്ത്രം ചൊല്ലുന്നു. मंत्र पढ़ता है. शेर की हड्डियों पर मांस और रक्त आ जाते हैं. സിംഹത്തിൻ്റെ ശരീരത്തിലെ അസ്ഥികളിൽ രക്തവും മാംസവും വരുന്നു. क्या आ जाते हैं? मांस और रक्त आ जाते हैं. सबके ऊपर खाल आ जाती है. മാത്രമല്ല അതിൻ്റെ മൊത്തം പുറത്ത് തൊലിയും വരുന്നു. बच्चों, अब आप बता सकते हैं कि वो ऐसा क्यों करता है? കുട്ടികളെ, ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ആ രാജകുമാരൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്? ठीक है, अपने को बड़ा विद्वान साबित करने के लिए. ശരിയാണ്. അതായത് ഞാൻ വലിയ വിദ്വാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ആ രാജകുമാരൻ ചെയ്തത്. अपने को बड़ा विद्वान साबित करने के लिए. താനാണ് വലിയ വിദ്വാൻ എന്ന് തെളിയിക്കാൻ ഒന്നാമത്തെ രാജകുമാരൻ എന്താണ് ചെയ്തതെന്നറിയണ്ടേ? നോക്കിയേ. राजकुमार 1, मैं इसमें प्राण भी डाल सकता हूँ. ഇനി ഒന്നാമത്തെ രാജകുമാരൻ ഞാൻ ഇതിന് ജീവൻ നൽകാൻ സാധിക്കും. അതായത് ഈ മാംസവും രക്തവും അതുപോലെ തന്നെ ആ തൊലിയൊക്കെ നൽകിയ സിംഹത്തിന് എനിക്ക് ജീവൻ നൽകാൻ സാധിക്കുമെന്ന് അവിടെ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്. मैं इसमें प्राण भी डाल सकता हूँ. अपने को बड़ा विद्वान साबित करने के लिए पहला राजकुमार क्या करना चाहता है? ഞാനാണ് വലിയ അറിവുള്ളവൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നാമത്തെ രാജകുമാരൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? उस सिंह को प्राण देना चाहता है. ആ സിംഹത്തിന് ജീവൻ നൽകാൻ ശ്രമിക്കുകയാണ്.
क्या चाहता है? वो सिंह को प्राण देना चाहता है. കുട്ടികളെ, സിംഹത്തിന് ജീവൻ നൽകിയാൽ എന്തായിരിക്കും സംഭവിക്കുക? आगे पाठभाग देखिए. राजकुमार 2. पर ऐसा मत करना. राजकुमार 1 कहता है क्यों? राजकुमार 2. उसके बाद शेर हमें खा जाएगा. ഒന്നാമത്തെ രാജകുമാരൻ പർ ഏസാ മത് കർണ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ. രാജകുമാരെ ക്യോം, എന്തേ? അങ്ങനെ ചെയ്ത് എന്താണ്ടാവും ചോദിക്കില്ലേ, എന്തേ? രാജകുമാർ ഇതോ. അപ്പം രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, അതിനുശേഷം അതായത് നമ്മുടെ ആ സിംഹത്തിന് ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിംഹം എന്താ ചെയ്യാന്ന് അറിയില്ല, അതായത് അത് തിന്നുല്ലോ, അതാണ് അവിടെ പറയുന്നത്. ഉൻകെ ബാ ഷേർ ഹമേ ഗാ ജായേങ്ക, അതിനുശേഷം ആ സിംഹം നമ്മളെ തിന്നും. राजकुमार 2 क्या कहता है? पर ऐसा मत करना. राजकुमार 1 क्यों? राजकुमार 2 उसके बाद शेर हमें खा जाएगा. देख लिया है ना? दूसरा राजकुमार मना करता है. രണ്ടാമത്തെ രാജകുമാരൻ ചെയ്യരുതെന്നാണ് അവിടെ പറയുന്നത്, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നു. वो क्या कहता है? ऐसा मत करना. എന്താണ് ആ രാജകുമാരൻ പറയുന്നത്? സമ്മത് കർണാഞ്ച്, അങ്ങനെ ചെയ്യരുത്, അയ്യോ അങ്ങനെ ചെയ്യല്ലേ. स्पष्ट है ना? സ്പഷ്ടമായില്ലേ, മനസ്സിലായില്ലേ? जीवित होकर शेर उन्हें खा जाएगा. ജീവൻ വയ്ക്കാച്ച ആ സിംഹം അവരെ തിന്നും. സ്വയം വിദ്വാനെന്ന് അഹങ്കരിക്കുന്ന ഒന്നാമത്തെ രാജകുമാരന് സിംഹത്തിന് ജീവൻ നൽകിയാൽ അത് ഉപദ്രവിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അയാൾ സ്വയം പറയുന്നുണ്ട്. നോക്കിയേ. राजकुमार 1 पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूं. ഒന്നാമത്തെ രാജകുമാരൻ അവിടെ പറയുന്നുണ്ട്, പർ മുജേ തോ സിദ്ധ് കർണാ ഹെ, എനിക്കത് തെളിയിക്കണം. ഞാൻ കി മേ തും ദോനോ സെ ബഡാ ജ്ഞാനി ഹും, ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാളും വലിയ അറിവുള്ളവനാണെന്ന് എനിക്കിവിടെ തെളിയിക്കണം. पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूं. तो बच्चों, यहाँ सिद्ध करना का मतलब क्या है? കുട്ടികളെ, ഇവിടെ സിദ്ധ് കർണ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മത്ലബ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? सिद्ध करना माने प्रमाणित करना, തെളിയിക്കുക. सिद्ध करना माने क्या है? प्रमाणित करना, തെളിയിക്കുക. स्पष्ट है कि पहला राजकुमार ये स्थापित करना चाहता है. സ്പഷ്ടമാണ്, ക്ലിയർ ആണ്. ഒന്നാമത്തെ രാജകുമാരൻ ഇത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. कि मैं बड़ा ज्ञानी हूँ. ഞാൻ വളരെ വലിയ ജ്ഞാനിയാണെന്ന് അവിടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. बच्चों, आगे क्या हुआ होगा? देखिए. കുട്ടികളെ, ഇനി മുന്നോട്ട് നോക്കാം. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. राजकुमार 1 मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है. वे बेचने की कोशिश करते हैं. രാജകുമാർ ഏക് മന്ത്ര പഠിത്ത, ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചെല്ലുന്നു. അപ്പം എന്താണ്ടാവുക? സിംഹത്തിന് ജീവൻ വയ്ക്കുന്നു. ആ തടകുടഞ്ഞെണീറ്റ ആ സിംഹം ഇവരുടെ 3 പേരുടെ അടുത്തേക്കും ചെല്ലുന്നു. ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ, അതായത് സിംഹത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നു. राजकुमार 1 क्या करता है? मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है. वे बेचने की कोशिश करते हैं. दूसरा और तीसरा राजकुमार कहते हैं कि शेर हमें खा जाएगा. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദൂസര തീസര എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും രാജകുമാരൻ പറയാണ്, സിംഹം നമ്മളെ തിന്നും. पर पहला राजकुमार उनकी बातें नहीं सुनता है. പക്ഷേ ഒന്നാമത്തെ രാജകുമാരൻ അവരുടെ കാര്യം അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. और मंत्र पढ़ता है और सिंह जीवित हो जाता है. അതൊന്നും കേൾക്കാതെ ആ രാജകുമാരൻ മന്ത്രം പഠിക്കുന്നു, നമ്മുടെ സിംഹത്തിന് ജീവൻ വരുന്നു. फिर क्या होता है? शेर പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്?
फिर दहाड़ कर उनकी तरफ बढ़ता है. दहाड़ कर का अर्थ क्या है? जरा पाठ्य पुस्तक का शब्दकोश देखिए. ദഹാഡ്കർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇനി നമുക്കത് പാഠപുസ്തകത്തിൻ്റെ ശബ്ദകോശം നോക്കാം. ദഹാഡ്കർ എന്ന ഗർജിച്ചുകൊണ്ട്. ദഹാഡ്കർ മാനെ ഗരസ്കർ, ഗർജിച്ചുകൊണ്ട്. ദഹാഡ്കർ മാനെ ഗരസ്കർ, ഗർജിച്ചുകൊണ്ട്. तो प्राण मिलने पर सिंह ने क्या किया? പ്രാണൻ ലഭിച്ചപ്പോൾ സിംഹം എന്താണ് അവിടെ ചെയ്തത്? गरजकर उनकी ओर बैठ गया. ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ കുതിച്ചു. क्या किया? उनकी ओर बैठ गया. ജീവൻ കിട്ടിയ സിംഹം രാജകുമാരന്മാരുടെ നേരെ നീങ്ങുവാൻ തുടങ്ങി. ആगे का पाठभाग देखिए. ഇനി മുന്നോട്ടുള്ള പാഠഭാഗം നോക്കാം. राजकुमार 2, अब हम बेच नहीं सकते. राजकुमार 3, शेर हमें खा ही जाएगा. राजकुमार 2, अरे वो देखो कौन आ रहा है. राजकुमार 3, अरे वो तो गुरुजी है. ഇനി രാജകുമാരൻ രണ്ടാമത്തെ രാജകുമാരൻ പറയാണ് അബ് ഹം ബച്ച് നഹി സക്തെ, ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ രാജകുമാർ 3 മൂന്നാമത്തെ രാജകുമാരൻ പറയാണ് ഷേർ ഹമേ ഗാഹി ജായേഗ, സിംഹം എന്തായാലും നമ്മളെ തിന്നും. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ അവിടെ പറയാണ് അരേ വഹ് ദേഖോ കോൻ ആരാ, അങ്ങോട്ട് നോക്കൂ ആരാ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയാണ് അരേ വഹ് തോ ഗുരുജി ഹേ, അത് ഗുരുജിയല്ലേ വരുന്നത്. एक बार देखिए. अब हम बच नहीं सकते. അപ്പോൾ ഹം ബച്ച് നഹി സക്തെ എന്ന് വെച്ചാൽ ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. मार्टिन, शेर हमें खा ही जाएगा. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയാണ് സിംഹം എന്തായാലും നമ്മളെ തിന്നും. राजकुमार 2, अरे वो देखो कौन आ रहा है. അങ്ങോട്ട് നോക്കൂ ആരാ വരുന്നത് എന്ന്. राजकुमार 3, अरे वो तो गुरुजी है. മൂന്നാമത്തെ രാജകുമാരൻ പറയണ അത് നമ്മുടെ ഗുരുജി അല്ലേ. दूसरा और तीसरा राजकुमार बार बार कह रहे थे हम बच नहीं सकते. അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ രാജകുമാരന്മാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. शेर हमें खा ही जाएगा. സിംഹം നമ്മളെ എന്തായാലും തിന്നും. इतने में राजकुमारों के गुरु वहां पहुंच जाते हैं. ഇത്രയൊക്കെ സംഭവം ആയപ്പോൾ അവിടേക്ക് അവരുടെ ഗുരു വരികയാണ്. देखिए, उन्हें देखकर दूसरा राजकुमार क्या कहता है. राजकुमार 2, അദ്ദേഹത്തിനെ കണ്ടിട്ട് രണ്ടാമത്തെ രാജകുമാരൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. गुरुजी हम संकट में पड़ गए हैं. രണ്ടാമത്തെ രാജകുമാരൻ പറയാണ് ഗുരുജി ഹം സംകട് മേ പട് ഗയേ ഹെ, ഗുരുജി ഞങ്ങൾ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. गुरुजी हम संकट में पड़ गए हैं. संकट का अर्थ क्या है? संकट माने विपत्ति, विषम स्थिति, डेंजर. संकट माने विपत्ति, विषम स्थिति, डेंजर. यहाँ राजकुमार विपत्ति में पड़ गए. इसके कारण क्या क्या हो सकते हैं? രാജകുമാരന്മാരെ അപകടത്തിൽപ്പെട്ടു, വിപത്തിയിൽപ്പെട്ടു. ഇതിൻ്റെ കാരണം എന്താണ്? जरा एक एक करके बताइए. ജറാ ഏക്ക് കർക്കെ ബത്തായെന്ന് ഓരോരുത്തരായിട്ട് പറയാൻ. क्या राजकुमारों ने ज्ञान का सदुपयोग किया या दुरुपयोग किया? രാജകുമാരന്മാരെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നല്ല കാര്യമാണോ ചെയ്തത് അതോ അതിനെ ദുരുപയോഗമാണോ ചെയ്തത്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണോ ചെയ്തത് രാജകുമാരന്മാർ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. क्या राजकुमारों ने ज्ञान का सदुपयोग किया या दुरुपयोग किया? राजकुमारों ने ज्ञान का दुरुपयोग किया. क्या किया? ഉത്തരാണ് രാജകുമാരോംനെ ജ്ഞാൻ കാ ദുരുപയോഗ കിയ. രാജകുമാരന്മാരെ അറിവിനെ ദുരുപയോഗമാണ് ചെയ്തത്. നല്ല രീതിയിലല്ല അവരവിടെ ആ അറിവിനെ ഉപയോഗിച്ചത്. ഇതാണ് അതിൻ്റെ ഉത്തരം. ज्ञान का दुरुपयोग किया. अब बताइए राजकुमारों ने ज्ञान का दुरुपयोग क्यों किया होगा? राजकुमारों ने ज्ञान का
दुरुपयोग क्यों किया രാജകുമാരന്മാരെ അറിവിൻ്റെ ദുരുപയോഗം എന്തുകൊണ്ടാണ് ചെയ്തത്? होगा? राजकुमारों ने ज्ञान का दुरुपयोग क्यों किया होगा? രാജകുമാരന്മാരെ അറിവിൻ്റെ ദുരുപയോഗം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവരെന്താണ് അങ്ങനെ ആ അറിവ് ദുരുപയോഗം ചെയ്യാനുള്ള കാരണം? क्योंकि उन्हें अपने अपने ज्ञान का अहंकार था। क्या था? अपने अपने ज्ञान का अहंकार था। കാരണം അവർക്ക് സ്വന്തം അറിവില്ല. ഓരോ രാജകുമാരന്മാർക്കും, ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ രാജകുമാരന്മാർക്ക് അവരുടെ അറിവിൽ വളരെ അഹങ്കാരമായിരുന്നു. എനിക്കാണ് അറിവ് കൂടുതൽ എന്നുള്ള അഹങ്കാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. अब आप जरा सोच कर बताइए, क्या राजकुमारों ने ഇനി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം, सही या असली ज्ञान प्राप्त कर लिया है? क्या राजकुमारों ने सही या असली ज्ञान प्राप्त कर लिया है? രാജകുമാരന്മാർ യഥാർത്ഥത്തിലുള്ളതും അസ്ലി നല്ലതുമായ അറിവാണോ അവർക്ക് ലഭിച്ചത്? പൂർണ്ണമായി അവർക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടോ? അതും നല്ല രീതിയിലുള്ള അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. क्या राजकुमारों ने सही या असली ज्ञान प्राप्त कर लिया है? नहीं, उनका ज्ञान अपूर्ण है. वे ज्ञान का सही अर्थ नहीं समझते हैं. उनका ज्ञान अपूर्ण है. वे ज्ञान का सही अर्थ नहीं समझते हैं. നിഹിം ഇല്ല, അവരുടെ അറിവ് പൂർണ്ണമല്ലായിരുന്നു. വേ ജ്ഞാൻ ക സഹി അർത്ഥ നെഹി സമജ്തേ, അവർക്ക് അറിവ് എന്താന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് അറിയില്ലായിരുന്നു. എന്താണ് അറിവ് അതവർക്ക് പൂർണ്ണമായിട്ടും അറിയില്ലായിരുന്നു. കുമാരന്മാർ അപകടത്തിൽപ്പെട്ടു, ശരിയല്ലേ? अब आप पाठ्य पुस्तक का ये प्रश्न देखिए. गुरुजी, हम लोग संकट में पड़ गए. राजकुमार क्यों संकट में पड़े? ഇനി നമുക്ക് ഈ ബുക്കിലുള്ള ഈ ചോദ്യം നോക്കാം. प्रश्न देखिए. गुरुजी, ഗുരുജി ഹം ലോഗ് സങ്കട് മേ പട് ഗയേ, ഞങ്ങൾ ആപത്തിൽപ്പെട്ടു, വിഷമസ്ഥിതിയിൽപ്പെട്ടു. രാജകുമാർ ക്യോം സങ്കട് മേ പടേ, രാജകുമാരൻ എന്തുകൊണ്ടാണ് ഈ വിഷമസ്ഥിതിയിൽ അകപ്പെട്ടത്? എന്താണ് കാരണം? അതാണ് ആ ചോദ്യം. हम लोग संकट में पड़ गए. राजकुमार क्यों संकट में पड़े? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുവാൻ മറക്കരുതേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുവാനും മറക്കരുത്. ഇനി നിങ്ങൾ പറഞ്ഞേ, ആരാണ് സിംഹത്തിന് ജീവൻ നൽകിയത്? ആരാണ്? ഓർത്തു പറഞ്ഞേ. അതെ, ഒന്നാമത്തെ രാജകുമാരനാണ് സിംഹത്തിന് ജീവൻ നൽകിയത്. അയാളിപ്പോൾ തൻ്റെ ഗുരുവിനോട് പറയുന്നത് നോക്കിയേ. राजकुमार एक, गुरुजी हमारी जान बचाइए. ഒന്നാമത്തെ രാജകുമാരനല്ലേ സിംഹത്തിന് ജീവൻ നൽകിയത്? ഒന്നാമത്തെ രാജകുമാരൻ ഗുരുജിയോട് പറയാണ്, ഗുരുജി ഹമാരി ജാൻ ബച്ചായേ, ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലുമെന്ന് ഒന്നാമത്തെ രാജകുമാരൻ ഗുരുജിയോട് പറയാണ്. गुरुजी हमारी जान बचाइए. जान का अर्थ क्या है? जान का अर्थ है प्राण. ജാൻ്റെ അർത്ഥം എന്താണ്? ജീവൻ, പ്രാണൻ. അതാണ് ജാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. जान का अर्थ है प्राण. राजकुमार अपने प्राण बचाने के लिए गुरुजी से याचना करते हैं. तब गुरुजी उनसे क्या कहते हैं? അതായത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരുജിയോട് യാചിക്കുകയാണ് അവിടെ. അപ്പോൾ ഗുരുജി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. जी, मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो. इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. മുജെ മാലും ദാക്കി, അതായത് അവിടെ ഗുരുജി പറയാണ്, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിവിലൂടെ നിങ്ങൾ നുക്സാൻ ബി കർ സക്താ ഹെ. തും അപ്നെ ജ്ഞാൻ കാ, നിങ്ങളുടെ അറിവിനെ എന്താണെങ്കിലും അപകടപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേൻ തും ലോകോക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത്. പീച്ചെ ആരഹ, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരികയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അറിവിൽ നല്ല രീതിയിൽ പ്രയോഗിക്കില്ല എന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വരികയാണെന്ന് അവിടെ ഗുരുജി പറയുന്നത്. मुझे मालूम था कि तुम लोगों के अंदर
अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो। इसलिए मैं तुम लोगों के पीछे पीछे आ रहा था। यहाँ गुरुजी राजकुमारों से क्या क्या बताते हैं? गुरुजी राज ഇവിടെ രാജകുമാരന്മാരോട് ഗുരുജി എന്താണ് പറയുന്നത്, എന്തെല്ലാം കാര്യമാണ് പറയുന്നത്? कुमारों से क्या क्या बताते हैं? जरा एक एक कर बताइए। बता सकते हैं क्या? ഓരോരുത്തരായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? हाँ ठीक है। ആ ശരിയാണ്. राजकुमार के मन में अभी अहंकार बहुत है। രാജകുമാരന്മാരുടെ മനസ്സിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്, കുറേ അഹങ്കാരമുണ്ട് അവരുടെ മനസ്സിൽ. राजकुमारों के मन में अभी अहंकार बहुत है। आगे बताइए। राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है। രാജകുമാരന്മാർ ഇപ്പോഴും യഥാർത്ഥമായ അറിവ് ലഭിച്ചിട്ടില്ല, അവർക്ക് യഥാർത്ഥമായ അറിവ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है। राजकुमार अपने ज्ञान का नुकसान कर रहे हैं। മാത്രമല്ല രാജകുമാരന്മാർ അവരുടെ അറിവിനെ നുക്സാൻ കറേ, അറിവിനെ നല്ല രീതിയിലല്ല അവിടെ പ്രയോഗിക്കുന്നത്, അതിനെ അപകടപ്പെടുത്തുകയാണ്. राजकुमार अपने ज्ञान का नुकसान कर रहे हैं। यहाँ नुकसान का अर्थ क्या है? ഇവിടെ നുക്സാന്റെ അർത്ഥം എന്താണ്? नुकसान माने हानि, क्षति, दोष. ഹാനി അപകടപ്പെടുത്തുക, ദോഷം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. नुकसान माने क्या है? हानि, क्षति, दोष. राजकुमारन्मार अवरों के मन में अभी अहंकार बहुत है। आगे बताइए। राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है। राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है। राजकुमार अपने ज्ञान का नुकसान कर रहे हैं। राजकुमार अपने ज्ञान का नुकसान. രാജകുമാരന്മാർ സ്വന്തം അറിവിനെ നുക്സാൻ കറഹേ വെച്ചാൽ അറിവിനെ ഹാനികരിക്കുകയാണ്, അതായത് അറിവിനെ നഷ്ടപ്പെടുത്താണ് അവർ ചെയ്യുന്നത്. जरा एक एक कर बताइए। बता सकते हैं क्या? हाँ ठीक है। राजकुमार के मन में अभी अहंकार बहुत है। രാജകുമാരന്മാരുടെ മനസ്സിലെ അഹങ്കാരം നിറയെയാണ്. राजकुमारों के मन में अभी अहंकार बहुत है। രാജകുമാരന്മാരുടെ മനസ്സിൽ ഇപ്പോൾ നിറയെ അഹങ്കാരമാണ്. आगे बताइए। राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है. ഇനി മുന്നോട്ട് പറഞ്ഞാലും രാജകുമാരന്മാർ ഇപ്പോഴും യഥാർത്ഥമായ അറിവ് നേടിയിട്ടില്ല. राजकुमारों ने अभी भी सही ज्ञान नहीं प्राप्त कर लिया है. राजकुमार अपने ज्ञान का नुकसान कर रहे हैं. രാജകുമാരന്മാർ സ്വന്തം അറിവിനെ ഹനിക്കുകയാണ്, അതിന് ദോഷം വരുത്തുകയാണ് സ്വന്തം അറിവിന് ചെയ്യുന്നത്. राजकुमार अपने ज्ञान का नुकसान कर रहे हैं. यहाँ नुकसान का अर्थ क्या है? ഇവിടെ നുക്സാൻ അതിൻ്റെ അർത്ഥം എന്താണ്? नुकसान माने हानि, क्षति, दोष. ദോഷം ചെയ്യുക, ദോഷം, ഹാനി എന്ന് വെച്ചാൽ അപകടപ്പെടുത്തുക, അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. नुकसान माने क्या है? हानि, क्षति, दोष. ക്ഷതി എന്ന് വെച്ചാൽ ദോഷം ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെ. ഹാനി, ക്ഷതി, ദോഷം, ഇതൊക്കെ ദോഷം ചെയ്യുക, നുക്സാൻ ഉണ്ടാക്കുക, അപകടപ്പെടുത്തുക. അഹങ്കാരം കാരണം ശരിയായ അറിവ് നേടാത്തത് കൊണ്ട് രാജകുമാരന്മാർ അവരവരുടെ അറിവിനെ നശിപ്പിക്കുകയാണ്. ശരിയല്ലേ? സിംഹത്തിന് ജീവൻ നൽകിയ ഒന്നാമത്തെ രാജകുമാരൻ വീണ്ടും ദയനീയമായി ഗുരുവിനോട് അപേക്ഷിക്കുകയാണ്. നോക്കിയേ,
राजकुमार 1। गुरुजी, मुझसे बड़ी गलती हो गई है। शेर हम सबको खा जाएगा। രാജകുമാരൻ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, ഗുരുജി മുജ്സെ ബഡി ഗൽത്തി ഹോ ഗയി, എന്നിൽ നിന്ന് ഒരുപാട് വലിയ തെറ്റാണ് സംഭവിച്ചത്. ഷേർ ഹാം സബ്കോ ഖാ ജായേഗെ, ഈ സിംഹം ഞങ്ങൾ എല്ലാവരെയും തിന്നും. गुरुजी, मुझसे बड़ी गलती हो गई है। शेर हम सबको खा जाएगा. തൻ്റെ എനിക്ക് വളരെ വലിയ തെറ്റാണ് സംഭവിച്ചത്. ഈ സിംഹം ഞങ്ങളെല്ലാവരെയും തിന്നും. ശിഷ്യരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് ഗുരുവിൻ്റെ കടമയല്ലേ? ഈ ചിത്രം നോക്കിയേ, മനസ്സിലായില്ലേ ഗുരു എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാലോ? गुरुजी बताते हैं, अब मैं अपने ज्ञान से उस शेर को बकरी बना दूंगा. അവിടെ ഗുരുജി പറയാണ്, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തിനെ ഞാൻ ആടാക്കി മാറ്റും. अब मैं अपने ज्ञान से उस शेर को बकरी बना दूंगा. ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തിനെ ആടാക്കിയിട്ട് മാറ്റും. बताइए यहाँ गुरुजी क्या कहते हैं? പറയൂ, ഇവിടെ ഗുരുജി എന്താണ് പറയുന്നത്? ठीक है, ശരിയാണ്. गुरुजी मंत्र पढ़कर उस शेर को बकरी बना देते हैं. ഗുരുജി മന്ത്രം ചൊല്ലിയിട്ട് ആ സിംഹത്തിനെ ആടാക്കി മാറ്റുന്നു. मंत्र पढ़कर उस शेर को बकरी बना देते हैं. മന്ത്രം ചൊല്ലിയിട്ട് ആ സിംഹത്തിനെ ആടാക്കി മാറ്റുന്നു. देखिए बच्चों, നോക്കൂ കുട്ടികളെ, ध्यान रहे, वो ज्ञान जिससे अपना या दूसरों का नुकसान हो, ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए होता है. അപ്പോൾ ഗുരുജി അവിടെ പറയാണ് ശിഷ്യങ്ങൾ. बात गुरुजी क्या कहते हैं? गुरुजी, शिष्यों ध्यान रहे, वो ज्ञान जिससे अपना या दूसरों का नुकसान हो, ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए होता है. അപ്പോൾ ഗുരുജി അവിടെ പറയാണ്, ശിഷ്യന്മാരെ ധ്യാൻ രഹേ, അതായത് ഓർമ്മയിരിക്കട്ടെ, वह ज्ञान जिससे अपना या दूसरों का नुकसान हो, ज्ञान नहीं बल्कि अज्ञान है. അതായത് അറിവെന്ന് പറയുന്നത് സ്വന്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടമുണ്ടാക്കുകയാണെങ്കിൽ അത് അറിവല്ല, പകരം അത് അറിവില്ലായ്മയാണ്. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹോത്താ ഹെ. ജ്ഞാൻ, അറിവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ज्ञान तो सबकी भलाई के लिए होता है. बताइए यहाँ गुरुजी ज्ञान के बारे में क्या क्या बताते हैं? പറയൂ, ഇവിടെ ഗുരുജി അറിവിനെ കുറിച്ചിട്ട് എന്തെല്ലാമാണ് പറയുന്നത്? बता सकते हैं? പറയാൻ സാധിക്കുമോ? ज्ञान से किसी का नुकसान होता है तो वो ज्ञान नहीं बल्कि अज्ञान है. और അറിവ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അറിവല്ല, പകരം അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. किसी का नुकसान होता है तो वो ज्ञान नहीं बल्कि अज्ञान है. और बताइए, ठीक है ना? ज्ञान ഇനി പറയൂ, ഒന്നും കൂടിയും പറഞ്ഞേ. तो सबकी भलाई के लिए होता है. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹോത്താ ഹെ. അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. किसके लिए होता है? सबकी भलाई के लिए होता है. ഇവിടെ ഗുരു പറയുന്നത് എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അറിവുകൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ ദോഷമുണ്ടായാൽ അതറിവല്ല, അജ്ഞാനമാണ്. ആറ്റം ബോംബുകൾ തുടങ്ങിയവ മാനവരാശിക്കുണ്ടാക്കിയ നാശം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞതാണ്.
അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലേ? ശരിയല്ലേ? അപ്പോൾ അറിവിനെക്കുറിച്ച് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് നോക്കാം. ജറാ एक एक करके बताइए. ജറാ एक एक करके बताइए എന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. हर एक में कुछ न कुछ ज्ञान है. എല്ലാവരിലും കുറച്ച് കുറച്ച് അറിവുകളുണ്ട്. ज्ञान बाहरी दिखावा नहीं है. അറിവ് പുറമേ പ്രകടിപ്പിക്കാനുള്ളതല്ല. ज्ञान सबकी भलाई के लिए है. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. अहंकार से ज्ञान असफल होता है. അഹങ്കാരമുണ്ടെങ്കിൽ അറിവ് സഫലമാവുകയില്ല, അറിവ് പൂർണ്ണമാവുകയില്ല. हर एक में कुछ न कुछ ज्ञान है. ज्ञान बाहरी दिखावा नहीं है. ज्ञान सबकी भलाई के लिए है. अहंकार से ज्ञान असफल होता है. ഈ ഏകാംഗ നാടകം നിങ്ങൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാമോ? ശ്രമിച്ചു നോക്കണേ. സ്റ്റേജ്, കഥാപാത്രങ്ങൾ, സംഭാഷണം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിരുന്നല്ലോ. നമുക്ക് അതൊന്നുകൂടി നോക്കിയാലോ? നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. रंगमंच, उचित रंग सजा है. सामग्रियों का उचित प्रयोग है. രംഗമഞ്ച് അതായത് ആ രംഗം. ഉചിത് രംഗ് സജാഹെ, ഉചിതമായ രംഗമായിരിക്കണം അവിടെ. സാമഗ്രിയൊക്കെ ഉചിത് പ്രയോഗേ, സാമഗ്രികളൊക്കെ നല്ല രീതിയിൽ ഉചിതമായ രീതിയിൽ നമ്മൾ പ്രയോഗിക്കണം. അതായത് അവിടെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ നാടകം ചെയ്യാനായിട്ട്. रंगमंच उचित रंग सजा है. सामग्रियों का उचित प्रयोग है. കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയേ. വേഷഭൂഷ പാത്രാനുകൂൽ ഹെ. കഥാപാത്രം, വേഷഭൂഷ എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ പാത്രങ്ങൾ, കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. चाल चलन उचित है. നടത്തവും ഇരുത്തവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉചിതമായിരിക്കണം. हाव भाव स्वाभाविक है. भाव स्वाभाविक है. ഹാവ്ഭാവ് സ്വാഭാവിക എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ് മാച്ചായിരിക്കണം. അന്യ പാത്രവും സെ ഓർ പ്രസംഗ സെ താൽമേൽ ഹോ, അതായത് മറ്റുള്ള പാത്രങ്ങൾ, കഥാപാത്രങ്ങളുമായിട്ട് അവരുടെ സംഭാഷണമായിട്ട് നല്ല താളമുണ്ടായിരിക്കണം. अन्य पात्रों से और प्रसंग से तालमेल है. കഥാപാത്രങ്ങളുടെ വേഷവിധാനം, ഭാവാഭിനയം, മറ്റു കഥാപാത്രങ്ങളുമായും സന്ദർഭങ്ങളുമായുമുള്ള ഒത്തുചേരൽ എല്ലാം തന്നെ സ്വാഭാവികവും ഉചിതവുമായിരിക്കണം. കഥോപകഥൻ സംവാദ് സ്പഷ്ട व श्रव्य है. संवाद प्रस्तुति स्वाभाविक है. സംവാദം നല്ല സ്പഷ്ടവും അതുപോലെ തന്നെ കേൾക്കുന്ന രീതിയിലായിരിക്കണം, നല്ല രീതിയിലുള്ളതായിരിക്കണം, നല്ല സ്ഫുടമായിട്ട് പറയണം. संवाद प्रस्तुति स्वाभाविक है. പിന്നെ സംവാദം പറയുമ്പോൾ, അതായത് സംസാരിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമൊക്കെ നടത്തുമ്പോൾ നല്ല സ്വാഭാവികത തോന്നണം. അതായത് എന്താ പറയുക, ഒരു എക്സ്ട്രാ ഇങ്ങനെ വെച്ച് പോലെ തോന്നരുത്, അങ്ങനെ പറയരുത്, നല്ല സ്വാഭാവികതയോടുകൂടെ പറയണം. कथोपकथन कैसा है? संवाद स्पष्ट व श्रव्य है. संवाद प्रस्तुति स्वाभाविक है. സംഭാഷണം സ്പഷ്ടവും സ്വാഭാവികവും ആയിരിക്കണം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു മനോഹര പോസ്റ്ററുകൾ തയ്യാറാക്കിക്കൂടെ? എങ്കിൽ ഈ ചോദ്യം ഒന്ന് നോക്കൂ. ज्ञान मार्ग एकांगी का मंचन होने वाला है. इसके लिए एक पोस्टर तैयार करें.
അതായത് ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയുടെ ഒരു നാടകം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ചോദ്യം. एक बार सुनिए, ज्ञान मार्ग एकांगी का मंचन होने वाला है. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറെ കാണിക്കാൻ മറക്കല്ലേ. ഒരു ഉദാഹരണം നോക്കിയാലോ. जरा देखिए. പോവുകയാണ് അല്ലെങ്കിൽ ചൊല്ലാൻ പോവുകയാണ്. क्या तुम इसमें प्राण भी डाल सकते हो? അടുത്ത വാചകത്തിൻ്റെ അർത്ഥമാണ് ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ. നീ ഇതിൽ ജീവൻ നൽകാൻ സാധിക്കുമോ? നിനക്ക് ഇതിൽ ജീവൻ നൽകാൻ സാധിക്കുമോ എന്നാണ് അടുത്തതിൻ്റെ ഇത്. जरा देखिए. ഇനി ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. डाल सकते हो. ഇവിടെ രണ്ട് വാചകങ്ങൾ തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേ കർത്താവായി വരുമ്പോൾ ഹും എന്ന് ചേർക്കണം. തും കർത്താവായി വരുമ്പോൾ ഹോ എന്ന് ചേർക്കണം. അതാണ് ഇവിടുത്തെ ഗ്രാമർ. പിന്നെ മേ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളുള്ളൂ. അപ്പോൾ പടുത്ത തായാണ് വരിക. തും വരുമ്പോൾ ഒരു ബഹുമാന സൂചകമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഗുരുജീനെയൊക്കെ ആണെങ്കിൽ തും എന്ന് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അത് ബഹുവചനത്തിൻ്റെ രീതിയിലാണ് വയ്ക്കുക. അപ്പോൾ സക്തേ ഹോ എന്ന് പറയും. തും വരുമ്പോൾ സക്തേ ഹോ, ഹോയാണ് അവിടെ ചേർക്കേണ്ടത്. ഇത് ഗ്രാമറാണ്. അതുകൊണ്ട് നിങ്ങൾ മേയും തുമ്മും എന്താണെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. मैं मंत्र पढ़ता हूँ. क्या तुम इसमें प्राण भी डाल सकते हो? ഇത്തരം വാക്യങ്ങളുടെ പ്രയോഗം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ വാക്യങ്ങളിൽ കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധം നോക്കിയാലോ. मैं पढ़ता हूँ, तुम डाल सकते हो. मैं पढ़ता हूँ, तुम डाल सकते हो. ഇതുപോലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണേ. നിങ്ങളുടെ ടീച്ചറെ കാണിക്കാൻ മറക്കരുതേ.